ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കൃപ ലഭിച്ചല്ലോ. ഇന്ന് ലോകം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്നു ജനിച്ചു എന്നുള്ളതല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ മനുഷ്യാവതാരം എടുത്തു എന്നുള്ളതിനാണ് പ്രസക്തി. ജനിച്ച സ്ഥലത്തെക്കുറിച്ചോ ജനനത്തീയതിയെക്കുറിച്ചോ ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും യേശു മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ജനിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ പോകുന്ന ഒരേ ഒരു വഴി. മനുഷ്യരുടെ പാപം അതികഠിനമായിരുന്നപ്പോൾ മറ്റൊരു യാഗത്തിനും അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ പാപമില്ലാത്ത ഒരുവനെ യാഗമാക്കി ആ മനുഷ്യൻ്റെ പുണ്യാഹരക്തം നിമിത്തം സകല ജനത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക എന്ന മാർഗമാണ് ദൈവം മുന്നിൽ കണ്ടത്. അങ്ങനെയാണ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഏകദേശം 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അന്ന് യഹൂദ്യയിലെ ബേത്ലഹേമിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ഗബ്രിയേൽ മാലാഖ ഒരു സന്തോഷത്തിൻ്റെ വർത്തമാനം അറിയിച്ചു. ഇതാ, സകല മനുഷ്യരുടെയും സന്തോഷം വരുവാനുള്ള ഒരു സദ്വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു സദ്വർത്തമാനമാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ രക്ഷകനല്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടും എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് ജാതിയും മതവും ഒന്നുമില്ല, വർണ്ണമില്ല, വർഗമില്ല, മറ്റുള്ള യാതൊരുവിധമായ വ്യത്യാസങ്ങളുമില്ല. മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യനെ രക്ഷിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. അന്ന് ആ യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസത്തെങ്കിൽ സ്വർഗീയ ദൂതന്മാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സന്മനസ്സുള്ള മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനം എന്ന്. യേശുവിൻ്റെ ജനനത്തെ അംഗീകരിക്കുകയും യേശു എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ് ഈ ഭൂമിയിൽ അവതരിച്ചതെന്നും വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ജീവിതത്തിൽ നിശ്ചയമായും ഒരു അനുഗ്രഹമുണ്ട്. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ നമ്മളെക്കൊണ്ട്, മനുഷ്യനെ കൊണ്ട് യാതൊരു പ്രാപ്തിയുമില്ല. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നുവെന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് ആ യേശുവിൻ്റെ രക്തത്താൽ അല്ലാതെ പാപമോചനം സാധ്യമല്ല. യേശു നമുക്ക് വേണ്ടി ജനിച്ചെങ്കിൽ ആ യേശുവിനെ നാം അംഗീകരിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരും. യേശു എങ്ങനെ ജനിച്ചു, മറിയ എങ്ങനെ ഗർഭിണിയായി എന്നൊക്കെ
ചില അറിവില്ലാത്ത വ്യക്തികൾ ഈ ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ച് വീഡിയോ പ്രചരിപ്പിക്കുന്നത് കാണുവാനിടയായി. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞു പോയത് അവരോട് ക്ഷമിക്കണമേ എന്നാണ് ഈ പ്രഭാതത്തിൽ എനിക്കും ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ളത്. അറിവില്ലായ്മ കൊണ്ട് നമുക്ക് നിത്യജീവൻ നഷ്ടമാകരുത്. നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ക്രൂശുമരണവും യേശുവിൻ്റെ സ്വർഗാരോഹണവും ഇനിയും ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ സന്തോഷത്തിന് കാരണമായി തീരണം. കാരണം നമ്മുടെ പാപങ്ങളെ കഴുകി ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുവാനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് നല്ല മനുഷ്യരാക്കി തീർത്ത് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ഹല്ലേലൂയ മരണം അത് കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവവചനങ്ങളാൽ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ ആശംസകളും ഇത്തരണത്തിൽ ഓരോ പ്രിയപ്പെട്ടവരോടും അറിയിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നല്ലോ, അതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.